എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് ഒരു സിനിമയെ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിരിക്കണം ആ സിനിമ എവിടെ നിന്നാണ് വരുന്നത്. അതിന് കുറച്ച് റീഡിങ് അപ്പ് ആവശ്യമുണ്ട് ഒരു സിനിമയെ റിവ്യൂ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിനകത്തൊരു ഫിലിമിൽ ലിറ്ററസി എന്ന് പറയുന്ന സാധനം അതൊരു ഭയങ്കര നീഡായിട്ടോ അങ്ങനെയുള്ള ഇല്ലയെന്ന് പറഞ്ഞ ആളുകളെ പുച്ഛിക്കാനോ ഞാൻ റെഡിയല്ല. പക്ഷേ ഒരു സിനിമയെ മനസ്സിലാക്കണമെങ്കിൽ അതിന് ഒരുപാട് അതിനെക്കുറിച്ചുള്ള അത് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് വേണം അതിനു മുമ്പ്. വ്യൂവേഴ്സിന് അത് ആവശ്യമില്ല. വ്യൂവേഴ്സിന് നമ്മൾ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം, ഓക്കെയാണ്. പക്ഷേ റിവ്യൂവേഴ്സിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് റിവ്യൂ ചെയ്യുന്ന സാധനത്തിനോട്. അപ്പോൾ അവർ ഈ സിനിമയുടെ ഒറിജിൻസിനെ കുറിച്ചും ഇതിൻ്റെ എവല്യൂഷനെ കുറിച്ചും ആ തീം എങ്ങനെയാണ് വന്നതിനെ കുറിച്ചും അവർ മീഡിയേറ്റേഴ്സായിട്ട് നിൽക്കുകയാണല്ലോ റിവ്യൂവേഴ്സ്. അപ്പോൾ ദേ ഹാവ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താണ് ഒരു ഭയങ്കര ടങ് ഇൻ ചീക്ക് ആവുക മാത്രമല്ല റിവ്യൂവിങ്. ദർ ഇസ് സംതിങ് മോർ ദാൻ ദാറ്റ്. അത് വാല്യൂ അഡീഷൻ ആവണം. ക്രിട്ടിസൈസ് ചെയ്യണം അതൊന്നിനെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല. അതിനുള്ള റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ട്. വ്യൂവേഴ്സ് ക്യാൻ സേ എനിത്തിങ്, ബട്ട് റിവ്യൂവർ ഹാസ് എ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് തിങ് എന്നുള്ളതാണ്.